കുറേ ആഴ്ചകളായി ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ച് പറയുന്നു, ചേർന്ന് നടക്കുന്നു എങ്കിൽ അവസാനം ചേർത്ത് കൊള്ളപ്പെടും, അഥവാ എടുത്ത് കൊള്ളപ്പെടും. നിങ്ങൾ ഓരോ ദിവസവും ചേർന്നാണോ നടക്കുന്നത്, അകന്നാണോ നടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ പരിശോധിക്കണം. ആരാധനയ്ക്ക് വരാം, പാട്ടുപാടാൻ, കൈയടിക്കാം, ഹല്ലേലൂയ പറയാം, അന്യഭാഷ പറയാം. ഇതൊക്കെ നമ്മുടെ റൊട്ടീൻ പരിപാടികളാണ്. കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ചേർന്ന് നടക്കുക, ഇതൊക്കെ നടക്കണം, ഇത് ചെയ്യണം. വരണം, ആരാധിക്കണം, ദൈവത്തിന് കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ തന്നെ ഇതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ചേർന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചേർന്ന് നടക്കാൻ തടസ്സമുള്ള, ദൈവവുമായി ചേർന്ന് നടക്കാൻ തടസ്സമുള്ള, ദൈവഭാഗത്തൊരു തടസ്സവുമില്ല, നമ്മുടെ ഭാഗത്ത് തടസ്സമുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനും നമുക്കും ഇടയിൽ കിടക്കുന്നു എങ്കിൽ ചേർന്ന് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് നമ്മൾ മനസ്സിലാക്കി ക്രമീകരിച്ചാലേ പറ്റത്തുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം 11-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ. സഭയോട് പറയുകയാണ്, നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന, ഇടയ്ക്ക് കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രിയമുണ്ട്, നമുക്ക് താല്പര്യമാണ്, അത് വിടാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അത് വിടാൻ നമുക്ക് ഇഷ്ടമല്ല, കാരണം നമുക്കതിനോട് ഇഷ്ടമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വിളിച്ച് പറയുന്നു, ചേർന്ന് നടക്കുവാൻ അത് തടസ്സമാണ്. അതിനെ വിട്ട് പോരുവീൻ. ഒന്നും കൂടെ പറയുന്നു, വിട്ട് പോരുവിൻ. മോനെ ഒന്നും കൂടെ തുടർന്ന് വായിച്ചേ. വിട്ടുപോരുവിൻ, 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 വിട്ടുപോരുവിൻ. സഭയെ നിനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതിനോട്. സ്തോത്രം. പക്ഷേ അത് വിട്ടില്ല എങ്കിൽ നിനക്ക് ചേർന്ന് നടക്കാൻ പറ്റത്തില്ല. ചേർന്ന് നടന്നില്ലെങ്കിൽ നഷ്ടം ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥാനങ്ങളിൽ നിന്ന്, ശ്രദ്ധിച്ച് കേൾക്കണം, പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ട് സംസാരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റുന്ന ഇടയ്ക്കുള്ള അതിൽ നിന്ന്, ആ സ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടു പോരുവീൻ. മടങ്ങുവീൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഇടയ്ക്കുള്ള അകലം നിങ്ങൾ മനസ്സിലാക്കുക. മടങ്ങി ചേർന്ന് നടപ്പാൻ ഉത്സാഹിപ്പീൻ. അടുത്ത്, അശുദ്ധമായതൊന്നും തുടരുത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന്? കുറേ അശുദ്ധിയും കുറേ വിശുദ്ധിയും, കുറേ ദൈവത്തിന് ഇഷ്ടമുള്ളതും കുറേ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും. പാട്ട്, പ്രാർത്ഥന, ആരാധന, കയ്യടി, അന്യഭാഷ, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തതും കുറച്ചുകൂടെ. ഏതൊക്കെ? അത്യാവശ്യത്തിന് കള്ളം പറയുക, നിവൃത്തിയില്ലാതെ വന്നാൽ വിശുദ്ധ ചീത്ത വിളിക്കുക, വഴക്കുണ്ടാക്കുക, ശണ്ടയിടുക, കോപിക്കുക. സ്തോത്രം. ദൈവമക്കൾക്ക് ചേരാത്ത സ്വഭാവങ്ങൾ, ഇതും അതും കൂടെ ഒത്തുപോവില്ല. സ്തോത്രം. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ചെയ്താൽ ചേർന്ന് പോകാനൊക്കത്തില്ല. മറ്റൊന്ന്, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരുന്നാലും ചേർന്ന് പോകാനൊക്കത്തില്ല. ഇത് രണ്ടും മനസ്സിലാക്കണം. ദൈവമക്കളെ, നാഥൻ്റെ വരവടുത്തിരിക്കുകയാണ്. കാഹളം എപ്പോൾ കേൾക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മരണം എപ്പോൾ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. രണ്ടായാലും നമുക്കവിടെ എത്തണം.
എടുത്തു കൊള്ളപ്പെടണം. അതിന് സ്തോത്രം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആ സ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടു പോരുവിൻ. ബാക്കി, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോരുവിൻ. നടുവിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നു, സ്തോത്രം, നിൽക്കുന്ന സ്ഥലം, ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഏതിൻ്റെ നടുവിലാണ് ഇപ്പം നിൽക്കുന്നേ? വാസ്തവത്തിൽ ആ ദൈവ സാന്നിധ്യത്തിലാണോ നിൽക്കുന്നത്? അതോ ദൈവ സാന്നിധ്യം ഇല്ലാത്തയിടത്ത് നമുക്കിഷ്ടമുള്ളതിൻ്റെയൊക്കെ ഇടയിലാണോ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ദൈവസഭയോട് പറയുന്നു, പോരുവീൻ. അടുത്ത ഭാഗം, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും ശരിയാക്കാൻ നടക്കുന്നതും അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് അപകടമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ഉപകരണങ്ങളെ, വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്നവരായതുകൊണ്ട് ആ വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുന്ന ദൈവമക്കൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കുറഞ്ഞ പക്ഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത് ഒരു വിശുദ്ധ ഉപകരണമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളിപ്പോൾ ആരാധനയ്ക്ക് വന്നപ്പോൾ ഇതും കൂടെ കൊണ്ടല്ലേ വന്നത്? അതോ ഫോണും പിടിച്ചിഞ്ഞ് പോന്നോ? സ്തോത്രം. ഇത് കയ്യിലുണ്ടല്ലോ. ഇതിൻ്റെ പേര് വിശുദ്ധ ഉപകരണമാണ്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. ദൈവമക്കളുടെ പാളയത്തിനകത്ത്, ഇസ്രായേലിയരുടെ പാളയത്തിനകത്ത് എന്താ ഇത്ര വലിയ ആർപ്പ് ശബ്ദം എന്ന് ഫെലിസ്ത്യർ, എതിരാളികൾ, ശത്രുക്കൾ ചോദിക്കുകയാണ്. അടുത്ത്, യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നതുകൊണ്ടാണ് എബ്രായർ അഥവാ ഇസ്രായേലിയർ ഇത്രത്തോളം ആർപ്പെട്ടത്. ഒന്ന് ശ്രദ്ധിക്കണേ, യഹോവയുടെ പെട്ടകം പാളയത്തിനകത്തില്ലെങ്കിൽ, അവരുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഈ ശബ്ദമുണ്ടാക്കാം. പക്ഷേ അത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, കർത്താവ് നമ്മുടെ മധ്യേ ഇല്ലെങ്കിലും, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒച്ചപ്പാടും ബഹളവും കയ്യടിയും പ്രാർത്ഥനയൊക്കെ നടത്താം. പക്ഷേ അത് അഭിനയം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായി? കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവമക്കളുടെ ഇടയിൽ പെട്ടകം വന്നു എന്നുള്ള സത്യം അവരനുഭവിക്കുന്നു, അവരാർത്തു വിളിച്ചു. അപ്പോൾ ശത്രുക്കൾ പറയുന്നത് വായിച്ചോ. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. എൻ്റെ ദൈവമേ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യഹോവയുടെ പെട്ടകം വന്നു. സ്തോത്രം. അവരതുകൊണ്ട് ആർത്ത് വിളിച്ച് സന്തോഷിക്കുകയാണ്. പക്ഷേ ശത്രുക്കൾ, എതിരാളികൾ, സ്തോത്രം, ഫെലിസ്ത്യർ അത് കണ്ടിട്ട് ഭയപ്പെട്ടു എന്നാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. എന്താ കാര്യം? ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. നിന്റെ പാളയത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ശത്രുക്കൾ നിന്നെ കണ്ട് ഭയപ്പെടുകയുള്ളൂ. അല്ല, നമ്മളവരെ പേടിപ്പെടുത്തുന്നത് കൊണ്ട് അവർ ഭയപ്പെടുകയില്ല. ചിലർ പിന്നെ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ്, തമ്പുരാൻ നിന്നെ കീറിക്കളയും. ഞാൻ 21 അങ്ങോട്ട് ഇരിക്കാൻ പോവുകയാണ്, നിനക്ക് കൂടല്ല അച്ചറ് പിടിച്ച് നീ വല്ലാതെ വിഷമിക്കും. മാത്രം ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞല്ല അവരെ ഭയപ്പെടുത്തേണ്ടത്. നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്,
നിന്റെ പാളയത്തിൽ ദൈവമുണ്ടെന്ന്, നിന്റെ വീട്ടിനകത്ത് ദൈവമുണ്ടെന്ന്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് ശത്രുക്കൾ കാണുവാൻ, ഫെലിസ്ത്യർ കാണുവാൻ ഇടയാകട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. യഹോവയുടെ ഉപകരണം, നിയമപ്പെട്ടകം നമ്മുടെ വീട്ടിൽ ഇതനുസരിച്ച് അല്ല, വീട്ടിൽ വയ്ക്കുന്നുണ്ടല്ലോ. വീട്ടിൽ ചിലപ്പോൾ 10 ബൈബിള് കാണും, കുറേ കമൻട്രീസും കാണും, പിന്നെ വേണ്ടാത്തത് പലതും കാണും. അതല്ല, ഇതിനെ വെക്കേണ്ട നിലയിൽ വെച്ച് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അനുസരിച്ച് ജീവിപ്പാൻ തയ്യാറായാൽ, സ്തോത്രം, വചനം പറയുന്നു, ഈ പെട്ടകം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ പെട്ടകത്തിൻ്റെ ഉടയവനായ ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിപ്പാണ്. ശ്രദ്ധിക്കണം, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. നമ്മൾ എവിടെയായിരുന്നാലും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിരുന്നാലും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാലും, വഴക്കുണ്ടാക്കിയാലും, വേണ്ടാത്തത് കണ്ടുകൊണ്ടിരുന്നാലും, വേണ്ടാത്തത് കേട്ടുകൊണ്ടിരുന്നാലും, അവിടെയൊക്കെ ദൈവമുണ്ടോ? നമ്മുടെ വിചാരം, കർത്താവ് പറഞ്ഞല്ലോ, ലോകത്തിൽ കാലാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ കൂടെയുണ്ട്. അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്നാലും ഓർത്തോണം, ദൈവം ഇവിടെ എന്നോട് കൂടെ ഉണ്ടോ. ദൈവത്തിനും കൂടെ വരാൻ പറ്റുന്നിടത്താണോ ഞാൻ നിൽക്കുന്നത്? ദൈവത്തിന് ഈ നമ്മുടെ സംഭാഷണത്തിൽ കൂടെ ഇരിക്കാൻ പറ്റിയതാണോ ഞാൻ പറയുന്നത്, ഞാൻ കേൾക്കുന്നത്? അത് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വെറുതെ പറയാം നീ എന്നോടുകൂടെ ഉണ്ടല്ലോ എന്ന്. ഇല്ല. സ്തോത്രം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതൽ താഴോട്ടൊന്ന് വായിച്ച്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ദൈവമക്കളെ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് താമസിക്കരുത്, അവരെ വീട്ടിൽ കയറ്റരുത് എന്നൊന്നും അല്ല. സ്തോത്രം. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ചിലർ പറയുന്നത് വിശ്വാസിയാണ്, വിശ്വാസിയല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അവർക്ക് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു, ഒരു കാര്യം മാത്രം ഇല്ലെന്നേ ഉള്ളൂ. അത് മാനസാന്തരപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, നേരെ ജീവിക്കുന്ന കേസുമല്ല, വേർപെട്ട കൂട്ടുമല്ല. ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ട്, ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇതിനെ നമുക്കങ്ങ് ഒഴിവാക്കാം. ഏത് വിശ്വാസി എന്ന കാര്യത്തെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ്? നമുക്കൊരു ആത്മാവിനെ കൂടെ നേടാമെന്നേ. പക്ഷെ ഞാനൊരു ദൂത് പറയാം, നിന്റെ ആത്മാവ് അതോടെ പോയി കിട്ടും. ഈ ദൂതാരും മറക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ നീ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ, ചേർന്ന് നിൽക്കാത്തവരുമായിട്ടുള്ള ബന്ധം നിനക്ക് ശരിയല്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിശ്വാസിയോട് ഇണയില്ല, പിണ കൂടരുത്. മിണ്ടരുതെന്നോ പോകരുതെന്നോ വരരുതെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു ബന്ധങ്ങളും ഉണ്ടാകരുത്. പറ്റുമെങ്കിൽ നിന്റെ ജീവിതം കണ്ടിട്ട് അവനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ല നീ അവൻ്റെ കൂടെ നടന്ന് നശിക്കരുത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസിയെ, ചേർന്ന് നടക്കുന്ന വ്യക്തിയെ, നീ അവിശ്വാസിയോട്, ദൈവമില്ലാത്തവനോട് ഇണയില്ല പിണ കൂടരുത്. അടുത്ത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അടുത്ത ഭാഗം, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. എല്ലാവരും ഒന്ന് കേട്ടോണേ. ഇവിടെ എന്തോ വായിച്ചേ? വെളിച്ചത്തിന് ഇരുളോട് ഉണ്ടോ? വെളിച്ചത്തിന് ഇരുളുമായി കൂട്ടായ്മയുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ വെളിച്ചങ്ങളായ നിങ്ങൾ ഇരുളുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കരുത്. നിങ്ങൾ വെളിച്ചമാണെങ്കിൽ. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം, നല്ല വെളിച്ചമാണെങ്കിൽ നിന്റെ അടുത്തൊരു ഇരുട്ടും വരികയില്ല. ഒന്ന് ചിന്തിച്ചേ. നീ ശരിക്കും വെളിച്ചമാണെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് ഒരു ഇരുട്ടും വരികയില്ല. അപ്പോൾ നീ ഇരുളുമായി കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഏതാണ്? അഭിനയിച്ച് വെളിച്ചവും യഥാർത്ഥത്തിൽ ഇരുട്ടും.
ദൂത് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിനയിച്ച് കാണിക്കുകയാണ്. വെളിച്ചമായിരിക്കുക. എങ്കിലേ വെളിച്ചമായ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ഭാഗം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്താണ് പൊരുത്തം? അടുത്ത. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? എല്ലാവരും കേട്ടോ? ഈ പണ്ട് കാലത്തൊക്കെയുള്ള പെന്തക്കോസ് മീറ്റിങ്ങുകളിലും കൂട്ടായ്മകളിലും ഒക്കെ ശക്തമായി പറയുന്ന ദൂതാണ് ഈ വചനം. പക്ഷേ ഇന്ന് ഇതാർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരും പറയാറില്ല. കാരണം ഇപ്പം ജനത്തിൻ്റെ ഇഷ്ടമാണല്ലോ ജനത്തോട് പറയുന്നത്. എങ്കിലേ അവർക്ക് അങ്ങ് സ്പിരിറ്റ് വരികയുള്ളൂ. സ്തോത്രം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനായ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ പിരിഞ്ഞനെ ഇളകുന്നത് ഇഷ്ടമുള്ളത് കേൾക്കുമ്പോഴല്ല, ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ വേണം അതുണ്ടാകാൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസിയെ, ദൈവവൈതലെ, ചേർന്ന് നടക്കുന്ന വ്യക്തിയെ നിനക്ക് അവിശ്വാസ്യമായിട്ട് എന്താണ് ഓഹരി? അടുത്തത്. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? വിവരിക്കാൻ സമയമില്ല. അടുത്ത്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ആരാണ്? ആരാണ്? ശരിക്കും നാം ആരാണ്? നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. ദൈവമക്കളെ, ഈ ശരീരത്തിൽ, ഈ ആലയത്തിൽ ദൈവം വസിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിന് ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടിക്കുന്ന ഒന്നും നമ്മുടെ കയ്യിലുണ്ടാകരുത്. നമ്മളോട് പറയാതെ ദൈവത്തിന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് സംഭവിക്കരുത്. വെളിപ്പാട് 2:1 സഭയുടെ അകത്ത് കർത്താവ്, സഭയുടെ ഉടമസ്ഥൻ. വെളിപ്പാട് 3:20 സഭയുടെ ഉടമസ്ഥൻ, സഭയുടെ പുറത്ത്. ഈ ഗതികേട് ദൈവസഭയ്ക്കുണ്ടാകരുത്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. അടുത്ത ഭാഗം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. എല്ലാവരും കേട്ടോ? ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, അകത്ത് വസിച്ചാലേ നടുവിലും കൂടെയും നടക്കാൻ പറ്റൂ. തപ്പി നോക്കിക്കോണം കർത്താവ് ഇവിടെ ഉണ്ടോ എന്ന്. അകത്ത് വസിച്ചാലേ കൂടെയും നടുവിലും കർത്താവ് ഉണ്ടായിരിക്കത്തുള്ളൂ. അടുത്ത ഭാഗം. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവം പറയുന്നതാണ്, ഞാൻ അവർക്ക് ദൈവവും ഞാൻ അവർക്ക് ആമേൻ പിതാവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അടുത്ത ഭാഗം. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമില്ലാത്തവരുടെ ഇടയിൽ നിന്ന്, ദൈവമില്ലാത്തവരുടെ വഴിയിൽ നിന്ന്, ദൈവത്തിന് കൂടെ വരാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന്, ദൈവത്തിന് നമ്മോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്തതായ നമ്മുടെ ജീവിത സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന്, നമ്മുടെ മനോഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ നടപ്പുകളിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുപോരുവേൻ. എന്തിന്? കൂടെ നടക്കുവാൻ. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. അടുത്ത ഭാഗം. അശുദ്ധമായതൊന്നും തൊടരുത്. നിന്നെ അശുദ്ധമാക്കുന്നത്, നിന്റെ ആത്മീയ ജീവിതത്തെ അശുദ്ധമാക്കുന്നത്, ഒന്നിലും നീ ബന്ധപ്പെടരുത്. അത് നിന്റെ ആവശ്യമാണ്. ദാനിയേൽ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതൊന്നും കൊണ്ട് ഞാൻ എൻ്റെ വിശുദ്ധ ജീവിതത്തെ ഈ തീരുമാനമകത്തിരിക്കട്ടെ. നിന്റെ രഹസ്യ ജീവിതം കൊണ്ട്, നിന്റെ പരസ്യ ജീവിതം കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ നോട്ടങ്ങൾ കൊണ്ട്, നീ കേൾക്കുന്നത് കൊണ്ട്, നീ ചിന്തിക്കുന്നത് കൊണ്ട്, നിന്റെ നടപ്പ് കൊണ്ട് നിന്റെ വിശുദ്ധ ജീവിതത്തെ നീ അശുദ്ധമാക്കരുത്. ഹല്ലേലൂയ. എങ്കിലേ ചേർന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ഭാഗം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, നിങ്ങൾ അങ്ങനെ വിശുദ്ധരായി ജീവിച്ചാൽ, എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ വെറുത്താൽ, എനിക്കിഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിൽക്കാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, ഞാൻ
നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കേട്ടോ എല്ലാരും? ഹല്ലേലൂയ. ദൈവത്തിന് പുത്രിമാരായിരിക്കണമെങ്കിൽ, ദൈവത്തിന് പുത്രന്മാരായിരിക്കണമെങ്കിൽ, ദൈവത്തോട് നിങ്ങൾക്ക് ചേർന്ന് നടക്കാൻ കഴിയണമെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിക്കണം. ദൈവം നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ അശുദ്ധമായതൊന്നും തൊടരുത്, അശുദ്ധമാക്കുന്നതൊന്നും പറയരുത്, നിന്നെ അശുദ്ധമാക്കുന്നതൊന്നും കേൾക്കരുത്, നിന്നെ അശുദ്ധമാക്കുന്നതൊന്നും നീ കാണരുത്, നിന്നെ അശുദ്ധമാക്കുന്ന വഴികളിൽ നടക്കരുത്. പുറപ്പെട്ടു പോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. യോശുവ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരാനും, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരാനും, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എനിക്ക് തടസ്സമുണ്ട്. എനിക്ക് വരാൻ പറ്റുന്നില്ല. സ്തോത്രം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ ദൈവത്തിന്റെ വചനം വായിക്കാം. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? നാളത്തേക്ക് നിങ്ങളെ തന്നെ. ഒരു കാര്യം ദൈവജനം മനസ്സിലാക്കണം, നമ്മളെ ശുദ്ധീകരിക്കുന്നത് അടുത്തിരിക്കുന്ന ആളല്ല. ദൈവം നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ ഭാഗം ചെയ്താൽ. എല്ലാവരും എന്നെ നോക്കിക്കേ, നമ്മുടെ ഭാഗം ചെയ്താൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. എങ്ങനെയാണ് നമ്മുടെ ഭാഗം? ആദ്യം അശുദ്ധി നമ്മൾ സമ്മതിക്കണം. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൊന്നാ സമ്മതിക്കില്ല. സ്തോത്രം. അവരുടെ ഭാഗത്തെല്ലാം ന്യായീകരണമാണ്. സ്തോത്രം. അഥവാ കണ്ടാലും പറയും നിങ്ങൾ അങ്ങനെ അല്ല, ഇത് വേറെയാണെന്ന് പറയും. നല്ലതുപോലെ സൂക്ഷിക്കണം. നമ്മുടെ തെറ്റ്, നമ്മുടെ അശുദ്ധി നമ്മൾ സമ്മതിക്കണം. 2, അതിനെക്കുറിച്ച് അനുതപിക്കണം. 3, കണ്ണീരോടെ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. 4, ഉപേക്ഷിക്കണം. 5, ഇനി ചെയ്യാൻ പോകത്തില്ലെന്ന് തീരുമാനിക്കണം. എല്ലാവരും കേട്ടോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അല്ലാതെ ന്യായീകരിച്ച് കൊണ്ട് നടന്നാൽ ചേർന്ന് നടക്കാൻ പറ്റത്തില്ല. മറ്റേ ഈ വായിച്ച വാക്യം ഒന്നും കൂടെ ഓർപ്പിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. കർത്താവിനോട് ചേർന്ന് നടക്കാൻ സഹോദരന്മാരെ ഇഷ്ടമാണോ? മക്കളെ, കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഇഷ്ടമാണോ? പുറകിലിരിക്കുന്നവരെ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഇഷ്ടമാണോ? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും. ഹല്ലേലൂയ. എന്തുകൊണ്ട്? നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റുവീൻ. എന്തിന്? നമ്മുടെ വെളിച്ചമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവരവരെ തന്നെ ശുദ്ധീകരിച്ചാൽ ചേർന്ന് നടക്കാം. അടുത്ത ഭാഗം വായിച്ചു നോക്കുന്നേ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. അയ്യോ, എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല ഏട്ടാ. സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? നിങ്ങളുടെ ഇടയിൽ ശാപം ഇരിക്കുന്നു. അടുത്ത ഭാഗം. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ദൈവം പറയുന്നു, ആ ശാപം നിങ്ങൾ മാറ്റുന്നത് വരെ എനിക്ക് നിങ്ങളുടെ മധ്യ ഇറങ്ങി വരാൻ പറ്റത്തില്ല. എനിക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന കാലത്തോളം, സ്തോത്രം, ശത്രു നിന്നെ കണ്ട് ഭയപ്പെടുകയില്ല, ശത്രു നിന്നെ കണ്ട് വഴിമാറുകയില്ല. ഏതാണ് ഈ ശാപം? നമ്മൾ ഉൽപ്പത്തിയല്ല ആവർത്തനം 28 വായിക്കുമ്പോൾ അനുസരിച്ചാൽ കുറേ അനുഗ്രഹങ്ങൾ നമ്മൾ 13 വരെ വായിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അനുസരിക്കാതെ വന്നാൽ, എല്ലാവരുടെയും ബൈബിളിലതുണ്ടല്ലോ. സോദരം, ആ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ.
ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ ആ. യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ ഏതെങ്കിലും ഒരു വചനത്തെ ഉപേക്ഷിച്ചിട്ട് നീ പോയാൽ നീ അറിഞ്ഞോ അറിയാതെയോ അന്യ ദൈവത്തിൻ്റെ പുറകെ പോവുകയാണ്. കാരണം എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ അനുസരിക്കാതിരുന്നാൽ എൻ്റെ പുറകെ നിനക്ക് വരാൻ പറ്റത്തില്ല, എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. നീ അത് ഉപേക്ഷിച്ചാൽ നീ അന്യ ദൈവത്തിൻ്റെ പുറകെ പോവുകയാണ്. ബാക്കി അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. അപ്പോൾ ശാപം എവിടെ നിന്ന് വന്നു? പറ. ദൈവം തന്നെ അയക്കുകയാണ്. അതിന് കാരണം എന്തോന്നാണ്? ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ്. എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് തന്ന എൻ്റെ ചട്ടങ്ങൾ, എൻ്റെ പ്രമാണങ്ങൾ നീ അനുസരിക്കാതെ നിനക്കിഷ്ടമുള്ള രീതിയിൽ നീ ചിന്തിച്ച് കണ്ട് കേട്ട് നടന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ നീയായിട്ട് ശാപങ്ങൾ വലിച്ചു വയ്ക്കുകയാണ്. വായിച്ചു നോക്കണം വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ. ആ ശാപത്തിന് കാരണം എൻ്റെ വചനം നീ അനുസരിക്കാത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നു, ആ ശാപത്തെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിൻ്റെ പാപത്തെ എടുത്ത് മാറ്റി. മനസ്സിലാകുന്നു? സ്തോത്രം. ശാപം എങ്ങനെ വന്നു? പാപത്താൽ വന്നു. പാപം എന്ന് പറഞ്ഞാൽ ഏതാ? വചനം അനുസരിക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർ കരം പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ വചന കേൾവികൾ കൊണ്ട് ശ്രദ്ധിക്കൂ, നിങ്ങൾ അടുത്തോട്ട് വരികയാണോ? ഈ കേൾവി കൊണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വിശുദ്ധിയും ദൈവത്തിൽ നിന്ന് പിന്നെയും അകന്നകന്ന് പോവുകയാണ്. അകന്നു പോയാലുള്ള അപകടം ഞാൻ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിപ്പിക്കാം. സൂത്രം വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 26:58 വായിച്ചാട്ടെ. മത്തായി 26:58 വേഗം വായിച്ചു. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമന അല്പം ദൂരെ. യേശുവും പത്രോസുമായിട്ട് ഇപ്പം കുറച്ച് അകലമുണ്ട് കേട്ടോ. മർക്കോസ് 14:54. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ദൂരവേ. സ്തോത്രം. ലൂക്കോസ് 22:54. ലൂക്കോസ് 22:54. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. അടുത്ത പത്രോസും അകലം വിട്ട് പിൻചെന്നു. പത്രോസ് കൂടെ പോയി കേട്ടാ. ആദ്യത്തെ 2 വാക്യത്തിൽ ദൂരവേ, ഒടുവിൽ വായിച്ച വാക്യത്തിൽ അകലം. എല്ലാവരും ഒന്ന് നോക്കിക്കേ. കൂടെ പോയി കേട്ടോ പത്രോസ്, കൂടെ പോയി. പക്ഷേ ദൂരം, അകലം. ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ? എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ നമ്മൾ എവിടെയൊക്കെ അകലുന്നുണ്ട്. അപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെ തള്ളിപ്പറയുന്നു? ദൈവത്തെ തള്ളിപ്പറയുന്നു. ദൈവം എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മളെ തള്ളുന്നതല്ല, ദൈവം നമ്മളെ അകറ്റുന്നത്. മാറിയില്ലേ? ദൈവം പറയുന്നില്ല, നമ്മളായിട്ട് ദൈവത്തെ അകറ്റി നിർത്തിയിട്ട് നമ്മൾ അകന്നു പോവുകയാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരു സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയാൽ എന്നെ നോക്കേ, ഒരു സന്ധ്യാപ്രാർത്ഥന മുടങ്ങി, ഒരു എള്ളോളം അകന്നു. ഒരു ദിവസം പ്രാർത്ഥനയിൽ കുറേ ഉറങ്ങി, കുറേ കൂടെ അകന്നു. ഒരു സന്ധ്യാപ്രാർത്ഥനയിലെ സ്തോത്രം സംബന്ധിച്ചേ ഇല്ല, പ്രാർത്ഥിക്കാതെ ഉറങ്ങി. പ്രാർത്ഥനയിൽ ഉറങ്ങുന്നതും പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നതും പാവമാണ്, അകലുകയാണ്. ഒരു ദിവസം വേദോത്സവം വായിച്ചില്ല, സാരമില്ലല്ലേ, ഇച്ചിരി കൂടെ അകന്നു.
ഒരാരാധനയ്ക്ക് പോയില്ല. അത്യാവശ്യം കല്യാണത്തിന് പോയി, സ്തോത്രം, കുറച്ചുകൂടാകുന്നു. പിന്നെ ഒരു ദിവസം എവിടെയും ആരാധനയും മുടക്കാനൊക്കില്ല, മറ്റതും മുടക്കാനൊക്കില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കൊട്ടിയിട്ട് അവിടെയും പോയി ആചരിച്ചു, കുറച്ചുകൂടാകുന്നു. അകലുമ്പോൾ കണക്കാക്കിയോ, നീ അവനെ തള്ളുകയോ. ചേർന്ന് നിൽക്കേണ്ടത് നീ, ചേർത്ത് പിടിക്കാൻ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിന്റെ ഈ തരത്തിലുള്ള സ്വഭാവങ്ങളും ജീവിതങ്ങളും രീതികളും കൊണ്ട്, അകൃത്യം കൊണ്ട് അകലുകയാണ്. അകലുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയാണ്, അവനെ തള്ളിവിടുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്, അകന്നു പോകരുത്. പത്രോസ് അകലം വിട്ട് പിൻചെന്നു, ദൂരവേ പിൻചെന്നു. ഞാനും കൂടെ ഉണ്ടെന്ന് അഭിമാനിക്കുന്നു, പക്ഷേ യേശുവിനെ തള്ളിയിട്ട് പോവുകയാണ്. വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായി സഹോദരന്മാരെ, മക്കളെ? സ്നാനപ്പെട്ട് കൃപയിൽ വന്നിട്ട് എത്ര വർഷമായി? ഇങ്ങോട്ട് നോക്ക്. അടുത്തടുത്ത് ചേരുകയാണോ, അകലുകയാണോ? സ്തോത്രം. ചേരുകയാണോ, അകലുകയാണോ? ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പത്രോസ് അകന്നു, ശരിയാണ്, എന്നെ നോക്ക്. പക്ഷേ അവനത് സംഭവിച്ചു. ഓക്കെ, എൻ്റെ കർത്താവ് ഒന്ന് നോക്കി. ആ പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് അവനെ ഒന്ന് നോക്കി, അതോടെ അവൻ ഗുണപ്പെട്ട് മടങ്ങി വന്നു. നമ്മളെയൊക്കെ എത്ര വട്ടം നോക്കി, ഒരു കുറ്റബോധമുണ്ടോ? കർത്താവ് പത്രോസിനെ ഒന്നേ നോക്കിയുള്ളൂ, ഒന്ന്.